മമ്പോർത്ത പാപ്പാനെ പറ്റി ഒലനൂക്കിനെന്നെ ബി അന്ന മിസിലൊക്കെ മൗത്തുഹു വഹയാത്തുഹു സിയാനി ഫി ഇംദാദിന. അത് അനുഭവത്തിൽ അന്ന് ഹയാത്ത് കാലത്ത് നിന്ന് വലിയ രോഗങ്ങൾക്ക് പഞ്ചാര കൊടുത്ത ഒക്കെ നമ്മൾ കേട്ട ചരിത്രങ്ങളാണ്. ഇറ്റടന്ന് വിളിച്ചപ്പോൾ ചൂട്ടട്ടി രക്ഷപ്പെടുത്ത്. അതേമാതിരി തന്നെ ഇപ്പോൾ വഫാത്തിൻ്റെ ശേഷം നമുക്ക് അതേ അനുഭവങ്ങൾ ഓരോരുത്തരും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര ആൾക്കാരെ ബേജാറുകൾ ഹമ്മ മുൽത്തരി എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ബേജാർ ആഗ്രഹിച്ചവരെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വാന്ത ഹക്കും ഖിയാസുൽ ഖൽഖി അജ്മഇഹിം വാന്ത ഹാദിൽ വറാലില്ലാഹി ദിശ്ശദി. മുത്തുനബിൻ്റെ അടുത്ത് ആഗ്രഹിച്ചെന്ന് മടക്കി പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ പേരക്കുട്ടിയാണ്, ഷഹീദാണ്, സയ്യിദാണ്, കുത്തുബാണ്. അതിൻ്റെ അടുത്ത് ആഗ്രഹിച്ച് വന്നാലേ സബൂറുണ്ടെങ്കിൽ വെറുതെ മടങ്ങിപ്പോകില്ല. അപ്പോൾ ഈ സാധുവിൻ്റെ അനുഭവം ഈ കുറച്ച് 4 ഉപ്പി സെണ്ടും 4 കല്ലും ഇതും വെച്ചുകൊണ്ട് 3 കുട്ടികളെ കെട്ടിച്ച്. എല്ലാവർക്കും അമ്പുറത്തുള്ളവർക്ക് അറിയും. ഒരു സഹായ കല്യാണം കഴിച്ചിട്ട് വകുപ്പല്ല നമ്മൾ. 3 കുട്ടികളെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കെട്ടിച്ച്. പൈ 2 ആൾ പെണ്ണ് കെട്ടിച്ച്. രണ്ടാമത്താൾക്ക് പെണ്ണ് ഒരിക്കലും കിട്ടൂല, കുറച്ച് മന്ദഗതിയാണ്. അതും പാപ്പാൻ്റെ കറാമ്പത്തോട്ട് പെണ്ണ് കെട്ടി. ഈ കുട്ടികൾ ഉണ്ടാകാനും വന്നപ്പോൾ കയ്യൂലെന്ന് പറഞ്ഞതും വരെ കൊണ്ട് 2 കുട്ടികളായി. ജറസൗകായി അക്കിനില്ലേ. അങ്ങനെ പക്ഷെ എപ്പോഴും 2 ആമക്കളുണ്ടെങ്കിലും ബാധ്യത ഈ സാധുവിന്. ഇനി ഒന്നിനെ കെട്ടിച്ചാട്ട് അതും ധൈര്യമുണ്ട് എനിക്ക്. എല്ലാം മോതിരമുണ്ടോ അത് പാപ്പാനോട് കഴിയുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരാളെ കുടിയിരിക്കൽ ഇനി 1.60 ചെലവായി, രണ്ടാമത്തെ ആൾ കൂടി 2 ലക്ഷം ചെലവായി. അതൊക്കെ നമ്മൾ മാനം നേടണം. നിങ്ങളെ പ്രസവങ്ങൾ നടക്കുന്നതിന് മാനം നടക്കുന്നു. ഇപ്പോൾ ഒരാളെ പ്രസവം കഴിഞ്ഞ് അതിന് അങ്ങോട്ട് കൊണ്ടാളെ കൊണ്ടുപോയി അങ്ങോട്ട് പെറ്റിട്ട് കൊണ്ടുപോയി കുട്ടിക്ക് പണ്ടുണ്ടാക്കി. 3ാമത്താക്കി എറ്റ കുട്ടികളെ 2 ആൾക്ക് പണ്ടുണ്ടാക്കി. പാസ്പത്തിരിയില്ല, കഫക്കെട്ടായിട്ട് അതാ മാറ്റി തെറ്റ്. അപ്പോൾ അതൊക്കെ മമ്പോർത്ത പാപ്പ ആരെയും പറഞ്ഞ് വിശ്വസിച്ചോ. എൻ്റെ നയിച്ചിൻ്റെ മോനുള്ളത് ഒന്ന് വന്നഗതി. നയിച്ചിൻ്റെ മോനുള്ളത് നയിച്ചിനെന്ന് പേരെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ റോഡുള്ള സ്ഥലം നമ്മൾ ഈ കുണ്ടുസ്ഥാൻ്റെ മക്കാമിൻ്റെ ബാക്കിലാണ്. റോഡുള്ള സ്ഥലമാണെന്ന് സെർത്തേറ്റടന്ന്. അപ്പോൾ അവനാണ് ലോക്ക്ഡൗണിൻ്റെ മുന്നേ വന്ന് പിന്നെ പോകണമെന്ന് എഴുതി 10 ദിവസം പോകണമെന്ന് എഴുതി നിൽക്കുമ്പോഴാണ് ബ്രെയിൻ ട്യൂമർ വന്നത്. ഛർദ്ദിക്കാതെ മാസത്തോളം മരുന്ന് പിടിച്ച്. അപ്പോൾ യഥാർത്ഥ ഡോക്ടർ എത്തിയപ്പോൾ അൽസിഫി MR എടുക്കണം എന്ന് പറഞ്ഞ് എടുത്തൊക്കെ ബ്രെയിൻ ട്യൂമറാണ്. അതും എന്തോ പാപ്പാൻ്റെ കറാമത്തോണ്ട് ചെറിയ പൈസക്ക് 5 ലക്ഷമാണെന്നൊക്കെ മൈത്തറി പറഞ്ഞത്. ശ്രീ ചിത്തിരി എത്തി 1 ലക്ഷം കൊണ്ട് കടല്ലാതെ, അതും പാപ്പാൻ്റെ കടല്ലാതെ തന്നെ കഴിച്ചിലായി. കുറച്ച് ദിവസം ബാക്കർമലൊക്കെ കിടന്നപ്പോൾ ഫതിലുകൊണ്ട് ഒരിക്കലും മറ്റേ മെമ്മറി പോവും, അത് പോവും, ഇത് പോകും എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോഴും ചെറിയൊരു ബാലൻസ് കുറവുണ്ട്. ഇപ്പോഴും അവന് പെരക്കി 100 ഉറുപ്പിക ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഈ പാപ്പാൻ്റെ കറാമത്തോണ്ട് മരം വെട്ടാൻ പിന്നെ അവൻ്റെ പെണ്ണുങ്ങളെ പണ്ടങ്ങളും ഇറ്റിക്കുന്നു. എന്നാലും അൽഹംദുലില്ലാ 2-3 എത്ര ദിവസം സഫർ തുടങ്ങിയതല്ലേ, 2-3 മാസം കൊണ്ട് തേപ്പ് കഴിഞ്ഞ്. പക്ഷെ ഇപ്പോൾ ഇനി ഒന്നുകൂടി ബാധിച്ച് പാപ്പ എല്ലാം സഹായിച്ചണം. കാരണം കിട്ടും. കാരണം പണ്ടങ്ങൾ വിറ്റ് കഴിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി പൊളിയൊക്കെ ഉണ്ട്, ടേൽസ് ഒക്കെ ഉണ്ട്. അതുമാതിരി എന്താ പ്ലംബിങ്ങിൻ്റെ പണി, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അതും തരും എന്നുള്ള വിശ്വാസമുണ്ട്. അല്ല നമ്മൾ ഒരാളോട് തരുന്നതാണ് ചോദിച്ചെങ്കിലില്ല. ഒരു കടം തരുന്നതാണ് ചോദിച്ചെങ്കിൽ കൂടി ഹയാ ആണ്. ഒരു കാലി 10 ഉറുപ്പിക കൂടി കടം ചോദിച്ചെങ്കിലും അതൊക്കെ ഈ കുത്തുബുദ്ധങ്ങളോട് പറയും. ഇവരെ മുന്നിൽ കിന്നെ ആവശ്യമുണ്ട് എന്ന് പറയും. കാരണം ഹയാത്ത് കാലത്ത് ചെയ്തമായി ചെയ്യുന്ന ഉറപ്പുണ്ട്. അതാണ് ഒലനൂക്കിനെന്നെ ബി അന്ന മിസിലൊക്കെ മൗത്തുഹു വഹയാത്തുഹു സിയാനി ഫി ഇംദാദിന്. അത് അനുഭവം കിട്ടിയോണ്ട് അത് കയറുമ്പോൾ പറയും പാപ്പ ചിന്ന ആവശ്യമുണ്ട് പറയും. അത് ഇപ്പം എൻ്റെ കുട്ടികളെ കെട്ടിച്ചൊക്കെ പാപ്പ ചിന്ന കുട്ടികൾക്ക് പുതിയാപ്പളമാണ്. അതൊക്കെ ഇവിടുന്നാണ്ട് പോയിട്ട് പങ്കെട്ടേര വൈത്തലടക്കലിച്ചൊക്കെ പാപ്പേനെ നമുക്ക് അനുസരിച്ചത് 3 മരക്കളും. ഒരാൾ ഒരു വാക്കവിയാണ്, ഒരാൾ ജിസാനിലാണ്. ഇപ്പോൾ നല്ലൊരു പേര കൂടിയിരുന്ന്. അപ്പോൾ അതുമല്ല അവനിപ്പം കൂടിയിരിക്കുമ്പോൾ നല്ല പേരാണ്, മേലക്കൊക്കെയുള്ള ചുരുക്കുള്ള പേര്, ഒരു പെൺകുട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ മനസ്താവും കൂടിയിരിക്കാൻ ഒരു ആൺകുട്ടി വേണ്ടേ. അപ്പോൾ ഒരു കുത്തിവിയത്ത് വലിയൊരു മൂല്യന്മാർ കുറേ ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ പഠിച്ചോനെ. അപ്പോൾ റജിബിലോ കുത്തിവിയത്തില്ലേ, റബീലോ അള്ളാഹുത്തല ആൺകുട്ടീനെ കൊടുത്ത അള്ളാഹ് ആയുസ് ഏറ്റ. ഇപ്പോൾ ഈ ഏറ്റ കുട്ടികളൊക്കെ ആയുസ് ഇടുന്നിട്ടാണ് വലിയ എന്തോ സറ്റികൾ കാണും, വലിയ റായത്തൊക്കെ പാപ്പാൻ്റെ കറാമത്തുകളാണ്. അപ്പോൾ പറഞ്ഞേ തീരൂല. അത് ഓരോരുത്തർക്കും നമുക്ക് മാത്രമല്ല, ഒരു ഹിന്ദു വന്നേലും ഏത് മതക്കാർ വന്നേലും റസൂലുള്ള ലോകത്തിനും ഇവ റഹ്മത്താണെന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ നിൽക്കൽ എല്ലാവർക്കും, ഏത് മതക്കാർക്കും എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും റഹ്മത്താണ്. അവരെത്ത് വെറുതായി പോവില്ല. ഒരു സബൂറ് വേണം. പറഞ്ഞേ തീരൂല. അവർ കറാമത്ത് പറഞ്ഞേ തീരൂല. കാരണം അത്ര കുത്തുബുമാണ്, സയ്യിദുമാണ്, ഷഹീദുമാണ്. കാരണം മുത്തുനബീനെ കിട്ടണം, ഇവരെ തന്നെ കിട്ടണം. ഇവരെ മമ്പോർത്ത പാപ്പാൻ്റെയും ബദിരികൾ സീനില്ലാതെ ഒരു മഹാനും. ഖാജാൻ്റെ അടുത്ത് പോകുമ്പോഴും വേണം, മുത്തുനബീൻ്റെ അടുത്ത് പോകുമ്പോഴും മമ്പോർത്ത പാപ്പ വേണം. ഇവിടുത്തെ ഒപ്പില്ലാതെ കജൂല. അതായത് വണ്ടി എടുത്താൽ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒമയ്യത്തവല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫൈന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ എന്ന് പറഞ്ഞ് നമ്മൾ
എന്ത് കാര്യത്തിനും അത്താണിയാക്കണം. അത് കോയപ്പാപ്പ പഠിച്ചോൻ്റെ കൂട്ടക്കാരും എന്ന് പറയും. അപ്പോൾ അത് പഠിച്ചോന് എല്ലാം വിട്ട് അപ്പോൾ മുത്തുനബീനെ ഏൽപ്പിച്ചണം, ബദിനീങ്ങളെ ഏൽപ്പിച്ചണം. വല്ലതിനാമന് അയാത്തിലി വഫാത്തായി എല്ലാം പാർവലിപ്പാപ്പിയും കുണ്ടൂസ മടങ്ങര അമ്മയിരിപ്പാപ്പി സി എം ഒലിൽ എല്ലാവരും വിട്ട് ഇവർക്കാണ്ട് വിട്ടു കൊടുക്കണം. ചെയ്താൽ റബ്ബിന് ഇഷ്ടമായി, നമ്മൾ റലീനാവിന് നിർത്തി. അപ്പോൾ പാപ്പാൻ്റെ എന്നല്ല അള്ളാൻ്റെ ഔലിയാക്കന്മാരൊക്കെ വലിയ മഹത്തുക്കളാണ്. അവർക്ക് നമ്മളെ മാതിരിയല്ല, നമുക്ക് ഇവിടുന്നുള്ള കാഴ്ചയുള്ളൂ. അവർക്ക് ഉലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാമാല യറാഹുന്ന അതുർ നമ്മളെ കഴിച്ചാൽ എവിടെയായാലും കാണും, എവിടെയായാലും കേൾക്കും, എവിടെയായാലും എത്താൻ കഴിയും. എവിടെയായാലും മുരീദി ഹൊസുല പറഞ്ഞ തങ്ങൾ പറഞ്ഞ് മുരീദി തമസ്സക്ക് ബി ഒക്കും ബി വാസിക്ക അഹ്മീക ഫിദ്ദുന്യാ ഉമൽ ഖിയാമത്തി. ഇത് എവിടെ നിങ്ങൾ പുറത്തം മുറണം, അപ്പോൾ എവിടെ നിങ്ങൾ സഹായിച്ചോളാം. മുരീദി ഇതാമാക്കാന ചെറുക്കം ഗരീബ അഗൈസുഹു ഇതാമാ സോറ ഫി അയ്യബൽ മശരിക്ക്. എവിടെയാണ് മക്കത്താടും മദീനത്താടും ഗൾഫിലാണ് കാട്ടിലാണെങ്കിലും ആ വിശ്വാസം നമുക്ക് വേണം. അത് ഇവിടെ ദുന്യാവിന് മാത്രമല്ല, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ വെറുതെ പറഞ്ഞല്ല. അത് ഞാൻ ഒരു വയല് കേട്ട്, ഞാൻ നാടനാണ്, 6ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഇതിൽ ഒരു മൂലിയൊരു വയലായിട്ട് കബറിലൊരു ഓസുലാദ തങ്ങളെ മുരീദിനെ ജാഹിലായ മുരീദ്, അതായത് ഒരു മഹബത്ത്, നമുക്കൊക്കെ ഒരു മഹബത്തൊക്കെ ഫാത്തി ഓതിയിട്ട് യാസി അല്ലെങ്കിൽ ഓസുല്ലാദ തങ്ങളെന്ന് മനസ്സാക്കി പൂച്ചിട്ട് ഒരു അള്ളാഹിനെ ഓർത്ത് അള്ള ഓർക്കും എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയെങ്കിലും ചുരുങ്ങിയത് വേണം, മനസ്സ് പൊട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടായി നമുക്ക് ഒരു ബന്ധം കിട്ടും. ആ ബന്ധം കിട്ടിയൊരു മുരീദിനെ മുങ്കർ നക്കീർ കബറിൽ ചോദ്യം ചെയ്തപ്പോൾ ഉത്തരം പറയാൻ കിട്ടാതായപ്പോൾ മനസ്സുകൊണ്ട് ഓസുല്ലാദ തങ്ങളെ പിടിച്ചെന്ന് പറഞ്ഞത്. ദണ്ടവിടെ പിടിച്ച് കബറിന്ന് സഹായിച്ച് 2 പിഴ തെളിവായി ഭാരത്ത് വായിച്ചാൽ പറഞ്ഞത് 2 പിടിച്ച്. അപ്പോൾ മുങ്കർ നക്കീർ വേറുള്ളവരെയും കൈകാര്യം ചെയ്യാനുള്ള. അപ്പോൾ 2 റബ്ബറിൻ്റെ അരസിലുണ്ട് ഓസ ചെന്നപ്പോൾ പറഞ്ഞ് തരാ ഒരു സ്ഥലത്തുണ്ട് കറാറുണ്ട് പറഞ്ഞു. മാലിക്ക് എന്നുള്ള മലക്ക് എനിക്ക് കറാറ്, നിൻ്റെ മുരീദിനെ നരകത്ത് എൻ്റെ മുരീദാരും നരകത്തൊക്കാക്കും മലക്ക് പറഞ്ഞോ പറഞ്ഞു. അപ്പോൾ അതേമാതിരി എൻ്റെ മുരി അവിടെ ഉത്തരവ് അങ്ങനെ കറാറ് ചെയ്തിട്ടാണ് ദണ്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവരോടൊരു ഓർമ്മ, വൈര്യങ്ങളോടും ഹാജപ്പാപ്പാനോട് നാവൂരത്തോരോട് ഇവരോടൊരു ഓർമ്മയെങ്കിലും ഇനി പോകുമ്പോൾ ഇവർ പോകുമ്പോൾ ബന്ധം പോരാ. എപ്പോഴൊരു ഫാത്തിയ ഓതിനിഞ്ഞെങ്കിലും യാസീൻ ഓതിഞ്ഞ് ഓതുമ്പോൾ കൂട്ടിയാവുന്നല്ല, ഒരു ഓർമ്മയെങ്കിലും ചുരുങ്ങിയത് അല്ല നമുക്ക് തെറ്റേ. അവരെ കൂടുതൽ നമുക്ക് സ്വർഗത്ത് കിടക്കണം. ദുന്യാവിന് സഹായം വേണം, നമുക്കും നമ്മളെ അവരേർക്കും സഹായിച്ചവർക്കൊക്കെ ദുന്യാവിലും വേണം, മരിച്ചിന് നേരത്തും വേണം, കബറിലും വേണം, മത്സരയിലും വേണം. നമ്മളെ പോരായ്മ കൊണ്ട് അവർ നമ്മളെ കൈ വയ്ക്കരുത്. നമ്മൾ ദോഷികളാണ്. ഇപ്പോൾ ഈ റജബിലൊക്കെ നമ്മൾ ദോഷങ്ങൾ പൊറപ്പിച്ച് ഷഹബാനിലൊക്കെ നല്ലത് ചെയ്ത് റമദാൻ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ദോഷങ്ങൾ ഒത്ത് എങ്ങനെ ഉകുൽതസ്തഗ്ഫിറു ഇന്നഹു കാന ഗഫാറ യുർസിലി സമാഅലൈക്കും ഇദ്റാറ യുംദിദുക്കും ബി അംവാലിൻ വ ബനീന. അപ്പോൾ ഹസൻ ബശരി തങ്ങൾ എടുത്തുകൊണ്ട് ഒരാൾക്ക് മയമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി. അപ്പോൾ ചില്ലറല്ല, ഇപ്പോൾ ഈ റജബിൽ ഇസ്തിഗ്ഫാർ ദോഷം പൊറപ്പിച്ചണം. അതിപ്പോൾ നമ്മൾ പഠിച്ചോനെ പുറത്തു തരണമെന്ന് പറഞ്ഞാലും മതി. വേറൊരാളെന്ന് സമ്പത്തുണ്ടാകാനും അസ്തഗ്ഫിറുല്ലാഹ് അല്ലണം. കുട്ടികളില്ല അറിഞ്ഞാൽ അപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അല്ലണമെന്ന്. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഒരു പോയിൻ്റെ രസം എല്ലാ ഉസ്താദേ എന്തെല്ലാം പറഞ്ഞു കൊടുക്കാണ്ട് നിങ്ങളെന്താ ഈ ഇസ്തിഗ്ഫാർ മാത്രം എൻ്റെ വകല്ല ഖുർആനിൽ പറഞ്ഞത് ഉകുൽതസ്തഗ്ഫിറു ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും ഇദ്റാറ യുംദിദുക്കും ബി അംവാലിൻ. സമ്പത്തുണ്ടാവും. അപ്പോൾ ഇസ്തിഗ്ഫാർ ഏൽപ്പിച്ചാൽ സമ്പത്തുണ്ടാകാനും ഇസ്തിഗ്ഫാർ അല്ലണം. കുട്ടികളുടെ മനസ്സ് പൊട്ടിയിട്ട് പഠിച്ചോനെ ദോഷിയാണ്, പുറത്ത് ചെല്ലണം. അതേമാതിരി തന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി സ്വലാത്ത് മുത്തുനബിൻ്റെ പേരിൽ സഹബാനിലൊക്കെ സ്വലാത്തിൻ്റെ സ്വലാത്ത് ഇരുന്ന് അല്ലിയല്ല നിൽക്കുന്ന മുന്നേ ദോഷം പൊറുക്കും, നിന്നല്ലേ. അപ്പോൾ ഈ ഇസ്തിഗ്ഫാറിനുമായി തന്നെ സ്വലാത്തോണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് മുത്തുനബിൻ്റെ ശഫാഅത്തിൽ മുത്തുനബിനെ കാണണം, മുത്തുനബിൻ്റെ കൂടുതൽ ഒരുമിച്ച് കൂടണം. അതിനുള്ള സഹായം ബദരീങ്ങളിൽ നിന്നും അമ്പുറത്തൊരു മഹാന്മാരെ താങ്ങും താണല്ലോ. നമുക്ക് അല്ല ഓസാരം തെറ്റേ, നമുക്കൊന്ന് അല്ല ഓസാരം തെറ്റേ അല്ല തോഫിക്കേറ്റ മരിച്ചുമ്പോൾ ആക്കിപ്പോൾ തന്നായി മരിച്ചണം. ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കാൻ കഴിയും. ഹിസാബ് എടുത്ത് നമ്മളെ കാര്യം പരിവത്തില്ല. അതാണ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടലാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. പിന്നെ മൈഷത്തിൻ്റെ കാര്യത്തിന് നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വെറുതെ കുത്തിലാണ് ചോദിച്ചരുത്. അപ്പോൾ അതിന് മാർഗം പിന്നെ അങ്ങനത്തെ തവക്കുല്ല മർത്തബിയിൽ എത്തിച്ചാൽ നമുക്ക് നമ്മൾ എത്താത്തോടത്തോളം കാലം നമ്മൾ ബേക്കിനെ പണികൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ എന്താ ഇത് നമുക്ക് മാർഗ്ഗമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവർ തരും. വെറുതെ വരി കുത്തരം വീഡിയോക്കായി കടാവും. അവിടെ നിന്ന് ഇപ്പോൾ ഇവരെന്ന് ഇപ്പോൾ അതൊക്കെ നടക്കേണ്ട അതല്ലേ. ഇപ്പോൾ ആശുപത്രിയിൽ ഇന്നലെ കുട്ടികളെ അഡ്മിറ്റാക്കി പൈസ ആണെന്ന് പറയുമ്പോൾ ഒക്കെ കൊടുത്തില്ലെങ്കിൽ പെരക്കാരടി നമ്മൾ അടിയിലാണ്. അപ്പോൾ നമുക്ക് ഒരിലായിൽ ഇസത്ത് വലിയ റസൂലി മുമ്പിൽ ഇസത്തും അല്ല നമുക്ക് ദുന്യാവിലും ഇസത്ത് മാണ്ടാന്ന് അറിയാൻ പാടില്ല. പെണ്ണും കുട്ടികളൊക്കെ തന്നുപോയി. അല്ലോ നമ്മളൊക്കെ നല്ലപോലെ കൂടുതലാക്കണം. അല്ലോ അമ്പുറത്തെ പാപ്പ നമ്മളെ കൈ വയ്ക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.